എന്തായാലും വീണ്ടും വയനാട്ടിലെ ദുരന്തബാധിതരെ കേന്ദ്രം അവഗണിച്ചിരിക്കുകയാണ്. വയനാട് ദുരന്തബാധിതരെ വീണ്ടും വഞ്ചിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ന് 5 സംസ്ഥാനങ്ങൾക്കാണ് പ്രളയമടക്കമുള്ള ദുരന്തങ്ങൾ നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ അധിക ധനസഹായമായി 1554 കോടിയിലേറെ രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. എന്നാൽ ഈ 5 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്, ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് വയനാട് അരങ്ങേറിയ ശേഷവും ഓരോ തവണയും ധനസഹായം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തെയും വയനാടിനെയും അവഗണിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പല സംസ്ഥാനങ്ങൾക്കും നേരത്തെ തന്നെ കേന്ദ്രം ധനസഹായം നൽകിയതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ആന്ധ്രാപ്രദേശിന് പ്രളയം നേരിട്ട ഘട്ടത്തിൽ തന്നെ 1036 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ആന്ധ്രാപ്രദേശിന് ഒരു അധിക ധനസഹായമായി 608.08 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ്. തെലങ്കാനയുടെ കാര്യവും, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയുടെ കാര്യവും സമാനമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തെലങ്കാനയ്ക്ക് നേരത്തെ 416 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ഇപ്പോൾ അധിക ധനസഹായമായി 231.75 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിന് ഇതുവരെ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചത് വായ്പാ ധനസഹായം, അതും സമയപരിധിയുള്ള ഒരു വായ്പാ ധനസഹായം മാത്രമായിരുന്നു. എന്നാൽ ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇപ്പോൾ ലഭിക്കുന്നത് വായ്പാ ധനസഹായമല്ല, പകരം ഗ്രാൻഡുകൾ അല്ലെങ്കിൽ അധിക ധനസഹായമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തെ പോലെ ഈ തുക ഒരു ഘട്ടത്തിലും തിരിച്ചടയ്ക്കേണ്ടതായി വരുന്നില്ല. അപ്പോൾ കേരളം എന്ന സംസ്ഥാനത്തെ എങ്ങനെയാണ് സംഘപരിവാർ സർക്കാർ കാണുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. കേരളത്തിന്റെ പകുതി ഭൂവിസ്തൃതി പോലും ഇല്ലാത്ത ത്രിപുരയ്ക്ക് 288.93 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. അവർ പ്രളയം നേരിടുന്ന ഘട്ടത്തിൽ തന്നെ 40 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ച സർക്കാർ തന്നെയാണ് ഇപ്പോൾ 288 കോടി രൂപ വീണ്ടും അനുവദിച്ചിരിക്കുന്നത്. നാഗാലാൻഡിനും വലിയ സഹായമുണ്ട് ഇത്തവണ. നാഗാലാൻഡിന് 170.99 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഒഡീഷ, BJP ഈ അടുത്ത് BJDയിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത ഒഡീഷയ്ക്കും 255.24 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കേന്ദ്ര സർക്കാർ ഒരു അവഗണനയുടെ നയം തന്നെയാണ് കേരളത്തോടും വയനാട്ടിലെ ദുരന്തബാധിതരോടും സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ്. കേരളം ഇത്ര വലിയൊരു ദുരന്തം, 400ഓളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തം, ഒരു പ്രദേശം തന്നെ തുടച്ചു നീക്കപ്പെട്ട ഒരു ദുരന്തം, അത് നേരിട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു സഹായം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകാത്തത് കേരളം സംഘപരിവാർ രാഷ്ട്രീയത്തെ പടിക്കുപുറത്ത് നിർത്തുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും, എന്തിനേറെ പറയുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന് പോലും സഹായധനം അനുവദിക്കാൻ ഒരു മടിയുമില്ലാത്ത കേന്ദ്രം കേരളത്തെയും വയനാട്ടിനെയും അവഗണിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തെ കേരളം പടിക്കു പുറത്തു നിർത്തുന്നത് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദി നേരിട്ടെത്തി വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ മലയാളി കരുതിയത് ഒരു വലിയ സഹായം പ്രധാനമന്ത്രിയിൽ നിന്നും കേരളത്തിന് ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ കേരളത്തിന് ഇതുവരെ സഹായം എന്ന രൂപത്തിൽ ലഭിച്ചത് സമയപരിധിയുള്ള ഒരു വായ്പാ ധനസഹായം മാത്രമാണ് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. കേരളം ഇന്ത്യയിൽ ഉൾപ്പെട്ട ഒരു സംസ്ഥാനമല്ലേ എന്ന ചോദ്യം ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വീണ്ടും വയനാട്ടിലെ ദുരന്തബാധിതരെ കേന്ദ്രം അവഗണിച്ചിരിക്കുകയാണ്. Yep.